മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ ലക്ഷണമാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തിരക്ക് കൂട്ടരുത്. ഏത് കലങ്ങിയ വെള്ളവും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും. പ്രതീക്ഷയോടെ ജീവിക്കുക. ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യരായിരിക്കും ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിക്കേണ്ടി വരുന്നതും. തനിച്ചാക്കി പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും സ്നേഹിക്കാതിരിക്കുക. മനുഷ്യരല്ലേ, സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും. മറ്റുള്ളവരുടെ വേദനകൾ മറക്കും. മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ വരുമ്പോഴാണ് ഓരോ മനുഷ്യനും മാറുന്നത്. മടുത്തുപോകുന്ന മനുഷ്യർക്കു മാത്രമേ എല്ലാം മറക്കാൻ കഴിയൂ. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വില കൊടുക്കുക. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. ഓരോ നോവുകളും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നു. ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്തു നിർത്തുക. സ്വയം തുടച്ച കണ്ണുനീരും ഒറ്റയ്ക്കനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ തളർത്താൻ കഴിയില്ല. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളെയും മരണത്തോളം വേദന നൽകിയ മനുഷ്യരെയും. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ബുദ്ധി ഉപേക്ഷിച്ച് വികാരങ്ങളിൽ അകപ്പെടുന്നവരെ ആർക്കും കബളിപ്പിക്കാൻ കഴിയും. സൂര്യനെയും ചന്ദ്രനെയും മറയ്ക്കാൻ കഴിയാത്തതുപോലെ സത്യത്തെയും ദീർഘനേരം മറയ്ക്കാൻ കഴിയില്ല. സമയമാകുമ്പോൾ അത് എല്ലാവർക്കും വെളിപ്പെടും. സത്യസന്ധരായ മനുഷ്യർക്ക് തെറ്റുപറ്റും, എന്നാൽ ആരോടും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതാതിരിക്കുക. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. മറ്റുള്ളവരെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുന്ന് നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന്, ഏത് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നതെന്നും ഓർക്കുക.